ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എൻ്റെ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കാര്യമായിട്ട് ചെടികളൊന്നും വാങ്ങിച്ച് വെച്ചിട്ടില്ലായിരുന്നു ഇതുവരെയും. ശരിക്കും സമയമില്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അവരുടെ ഓരോന്ന് കാണുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടങ്ങ് വാങ്ങിക്കൊണ്ട് വയ്ക്കും. ഇപ്പോൾ ആ റോസയൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ നിറയും പൂക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലുതായിട്ടൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല ഇതുവരയ്ക്കും. പിന്നെ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒന്ന് സെറ്റ് ചെയ്യാൻ. ഇന്നെനിക്ക് പോകണ്ട, പിന്നെ വലിയ തിരക്കുമില്ല, ജോലിയൊക്കെ രാവിലെ തന്നെ എല്ലാം റെഡിയായി, പൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു മൂഡ് വേണമല്ലോ. അപ്പോൾ ഇന്നെന്തോ എനിക്ക് ഭയങ്കര ഒരു ചെയ്യാമെന്നുള്ളത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ ചെടിച്ചട്ടിയൊക്കെ പോയി വാങ്ങിച്ചായിരുന്നു. രാവിലെ പോയി വാങ്ങിച്ച് അവളെ ട്യൂഷൻ കൊണ്ടാക്കുന്ന സമയത്ത് പോയി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ച കുറച്ച് പോട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഫസ്റ്റ്. അപ്പം ഈ 2 പോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് നടാനുള്ള സാധനം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു കുഞ്ഞു പോട്ടും ഇതൊരു വൈറ്റാണ്. നമ്മൾ ഇതിനകത്ത് വേണമെങ്കിൽ കുഞ്ഞു ചെടി എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ വെക്കാമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ വാങ്ങിച്ചത്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട്. ഇതിൻ്റെ റേറ്റ് 20 രൂപയും ഇതൊരു 10 രൂപയാണ് കേട്ടോ. 10 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഈ 2 പോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ്, യൂസൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് 8 രൂപയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സിമ്പിളാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഇപ്പം കിച്ചണിലൊക്കെ കുറച്ച് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്, മണി പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിലോട്ടൊക്കെ മാറ്റിയിട്ട് അത് വെച്ച് കളർഫുള്ളായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് 11 രൂപ, 12 ആ റേറ്റിനകത്താണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള 5 വാങ്ങിച്ചായിരുന്നു. ഇതിന് റേറ്റ് വന്നിട്ട് 12 രൂപയാണ് കേട്ടോ. 12 രൂപയ്ക്ക് തോന്നുന്നു കുറച്ച് ലാഭമാണെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഇതിന് 5 വാങ്ങിച്ചു. ഞാൻ ഓരോ ചെടികളും അവിടെ നിന്ന് കിട്ടുമ്പോഴത്തേക്കും ഒരു ചെടി എല്ലാം കൂടെ നട്ടു വയ്ക്കാൻ കേട്ടോ. കുറേ ചീത്തയായി പോയി. അതുകൊണ്ട് നിന്ന് പോയി വാങ്ങാൻ ഇപ്പോൾ പോകണ്ടല്ലോ. അങ്ങനെ ഇത് 12 രൂപയുടെ 5 വാങ്ങിച്ച്. ഇത് വന്നിട്ട് 16 രൂപയാണ് ഈ ഒരു പോട്ട്. ഇത് കുറച്ചും കൂടി മറ്റേ വലിപ്പം വേറൊരു ഫാഷനാണ്. ഇത് മോഡൽ കടന്ന് ഇഷ്ടപ്പെട്ടത്, നല്ല ഭംഗിയില്ലേ. പിന്നെ നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഹോൾസ് ഉണ്ട്, വെള്ളം പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഇത് 16 രൂപ. 16 രൂപയ്ക്ക് നഷ്ടമാണ്. അവിടെ വലിപ്പം കൂടെ അനുസരിച്ചിട്ടാണ് ചെടി റേറ്റ് കുറയണം കേട്ടോ. അത് എല്ലായിടത്തും അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഇതിന് 10 രൂപ, 16 രൂപ, 13 രൂപ ഇത് രൂപ നഷ്ടമാണെന്ന് തോന്നും. അങ്ങനെ ഇതിന് ഞാൻ 2 വാങ്ങിച്ചു. പിന്നെ ഹാങ് ബോട്ട് വാങ്ങിച്ചായിരുന്നു. ഹാങ് ബോട്ട് വന്നിട്ട് ഹാങ് ബോട്ടും അത് ഹാങ് ചെയ്യാനുള്ള സ്റ്റിക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹാങ് ബോട്ടിന് 8 രൂപയാണ്, 15 രൂപയാണ് കേട്ടോ. ഹാങ് ബോട്ട് വേണം 15 രൂപയാണ്. അത് 5 വാങ്ങിച്ചു കളറിലുള്ള. പിന്നെ ഒരു സ്റ്റിക്ക് വന്നിട്ട് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പറഞ്ഞതാണ് കേട്ടോ. പറഞ്ഞു തന്നാൽ അവർ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ക്ലിപ്പിട്ട് 3 സൈഡിലായിട്ട് ഇപ്പം ഇതിനകത്ത് ഇത് സംബന്ധിക്കുന്ന ക്ലിപ്പായിട്ടുണ്ട്. അതിനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. 3 ഭാഗത്ത് ഇങ്ങനെ വെച്ചാൽ മതിയാവും. നമ്മൾ നോക്കി വെക്കുന്നത് അതാണ് കാണുന്നത്. ഇതെനിക്ക് വച്ച് ദിവസം ഭ്രാന്തായി കേട്ടോ. ഒന്നും കറക്റ്റ് ലെവലിലാവണില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് വെച്ചു. അങ്ങനെ നമ്മൾ ചെടി നടാനുള്ള ഒരു മണ്ണിനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മണലിൽ ഞാൻ നമ്മുടെ ചകിരിനാരും പിന്നെ നമ്മുടെ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട്. ശരിക്കും ഈ മണ്ണ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നേ. ഇപ്പോൾ മറ്റേ വേനൽക്കാലം ആയതുകൊണ്ട് മണ്ണെല്ലാം ഉറച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുവിധം എങ്ങനെയൊക്കെയോ എടുത്ത് 2-3 ടൈമായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തോണ്ട് വന്നത്. ഓരോ പ്രാവശ്യം നിറച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ 2-3 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ശരിക്കും മണ്ണെന്ന് ചുറ്റുപാടും ഉണ്ട് എന്ന് ഭയങ്കര അത് കട്ടിയായിട്ടിരിക്കുകയായിരുന്നു. അതാണ് ഏറ്റവും വലിയ കഷ്ടം. ഈ ചെടി ഞാൻ കുറേ നാളായിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. ശരിക്കും മാറ്റാനുള്ള സമയമില്ല. ഞാൻ പറഞ്ഞില്ല, സമയമില്ലാത്തതുകൊണ്ട് അതിൽ തന്നെ ഇങ്ങനെ വെച്ചിരുന്നു. അത് പിന്നെ ഇപ്പോൾ പൂക്കാതെ ആയിട്ട് ഇത് നിറയെ എപ്പോഴും പൂവുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ച സമയത്തൊക്കെ. അങ്ങനെ ഇപ്പോൾ എന്താ അത് മാറ്റാത്തത് കൊണ്ടായിരിക്കും ഇപ്പോൾ പൂവൊന്നും വരുന്നില്ല. അങ്ങനെ അത് ഞാൻ മാറ്റി. പിന്നെ നമ്മളിതൊരു ഹാങ്ങിങ് ചെടി പോലത്തതാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ചട്ടിയുടെ കൂടെ കൊണ്ടുവച്ച് അതങ്ങ് ചീത്തയായിപ്പോയി. എന്നാലും എൻ്റെ റൂട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് വേറൊരു മണി പ്ലാന്റാണ്. ഇത് നമ്മൾ ഹാങ്ങിങ് പോട്ട് പോലെയൊക്കെ ഹാങ്ങിങ് പ്ലാന്റ് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും ഞാൻ നട്ടു വയ്ക്കുകയാണ്. ശരിക്കും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കൊരു മൂഡ് വേണം കേട്ടോ. ഇന്ന് മൂഡ് മാത്രം പോരാ, നമ്മൾ ആരും ഡിസ്റ്റർബ് ചെയ്യാതെയൊക്കെ ഇരിക്കണം. ഇത് തന്നെ മൊത്തം ചെയ്യണം. അപ്പോൾ ഇന്ന് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയൊക്കെ പറ്റി കേട്ടോ. പോനുവിന് ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷന് കൊണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് അവളെ വിളിക്കാൻ പോകേണ്ട സമയമായി. പിന്നെ ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അവളെ വിളിക്കാൻ പോയത്. പിന്നെ വേറെ ഒന്നും അറേഞ്ച് ചെയ്തില്ല കേട്ടോ. ചെടിയൊന്നും മാറ്റിയൊന്നും വെച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് നാളെ പോകണ്ടല്ലോ, സൺഡേ ആണ്. അപ്പോൾ നാളെ ഒന്ന് എല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചേട്ടോ.
അങ്ങനെ നമ്മളെ മണ്ണെല്ലാം ഇവിടെ തീർന്നു കേട്ടോ. മണ്ണ് ഇപ്പം ഞാൻ 2-3 പ്രാവശ്യമായിട്ട് പോയി എടുത്തിട്ട് ഫില്ല് ചെയ്താണ് വീണ്ടും വീണ്ടും ചെടിയൊക്കെ നടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറച്ചിരിക്കുന്നതുകൊണ്ട് എടുക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഈ ചെടിയൊക്കെ അങ്ങ് വാടിപ്പോയി കേട്ടോ. ഇത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി നിർത്തി. പിന്നീട് കുഴപ്പമില്ല, അവൻ വളർന്ന് വരുന്നുണ്ട്. പിന്നെ നേരത്തെ കാണിച്ചിട്ട് ഒരു കുഞ്ഞു പോട്ട് ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് തപ്പിയപ്പോഴത്തേക്ക് ആ ഒരു ചെടിച്ചട്ടിയുടെ ഇടയിൽ വളർന്ന് വന്ന ഒരു കുഞ്ഞു കുട്ടനാണ് കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ ഈ ഒരു പോട്ടിലോട്ടങ്ങ് മാറ്റി, നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇന്ന് നട്ടത്. ഇപ്പോൾ ഇതിൻ്റെ ഒന്നും അറേഞ്ച് ചെയ്തില്ല കേട്ടോ. എൻ്റെ സാധനങ്ങളൊക്കെ എവിടെയാണെന്ന് പോലും ഞാൻ കണ്ടുപിടിച്ചില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ നാളെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊരു വീഡിയോ നാളെ ചെയ്യാം കേട്ടോ. ഹാങ്ങിങ് ഉള്ളതൊന്നും ചെയ്തില്ല, എല്ലാം ചെയ്തിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് വേറൊരു വീഡിയോ ഇടാമേ. താങ്ക് യു.